വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കാത്തുകഴിയുന്ന സഹോദരങ്ങൾ, സഹോദരിമാര്, നിങ്ങളുടെ ജീവിതം സന്തോഷകരമാകണോ? ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രപ്പോസ്ഡ് ജീവിതവും ഇനി വരാനിരിക്കുന്നതും സമ്പൂർണമായ പൊരുത്തത്തിലാകണോ? രണ്ടെണ്ണമാണ് പ്രധാനമായും നിങ്ങൾ അന്വേഷിക്കേണ്ടത്. എന്താണത്? നിങ്ങൾ അന്വേഷിക്കുന്നവർ ആണാകട്ടെ പെണ്ണാകട്ടെ, അവർക്ക് രണ്ട് സ്വഭാവങ്ങൾ നിയലിച്ചു നിൽക്കണം എപ്പോഴും. ഒന്നാമതായി ദീനാണ്. ദീന് നന്നായി ഉണ്ടാകണം. ദീനുണ്ടെങ്കിലേ സ്നേഹസമ്പൂർണമായ ജീവിതം സാധ്യമാകൂ. രണ്ടാമത്തത് ഖുലുഖാണ്, സ്വഭാവമാണ്. അതുകൊണ്ടാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ ജാഅകും മൻ തർലൗന ദീനഹു വഖുലുഖഹു, ദീനും ഖുലുഖും പൊരുത്തപ്പെടുന്ന ആളുകൾ വന്ന് വിവാഹം അന്വേഷിച്ചാൽ ഫസവ്വിജൂഹു, കെട്ടിച്ചു കൊടുക്കണം. ചൊറുക്ക് അതിനെ വെല്ലുന്നതാണ് ദീന്. സമ്പത്ത് അതിനെ വെല്ലുന്നതാണ് ദീന്. സൗകര്യങ്ങൾ അതിനെ വെല്ലുന്നതാണ് ദീന്. ഇദാ ജാഅകും മൻ തർലൗന ദീനഹു വഖുലുഖഹു, ദീനും ഖുലുഖും പൊരുത്തപ്പെടുന്ന ആളുകൾ വന്നാൽ നല്ല ദീനാണ്. ആ കുട്ടി നല്ല ദീനിയാണ്, ആ കുട്ടി നല്ല സ്വഭാവക്കാരിയാണ്. ഫസവ്വിജൂഹു, നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണം. അല്ലെങ്കിലോ, ഹദീസിന്റെ ബാക്കി കൂടി കേൾക്കി, അല്ലെങ്കിലോ വഇല്ലാ തഫ്അലൂഹു, നിങ്ങളങ്ങനെ ചെയ്യാത്ത പക്ഷം ദീനും ഖുലുഖൊന്നും അല്ല നിങ്ങൾ മെജോറിറ്റിയായി കണ്ടത്. അങ്ങനെയുണ്ട്. ജീവിക്കാൻ നല്ല ഒപ്പൊക്കെ ഉണ്ടോ? അത്യാവശ്യമുണ്ട്. കുടുംബം എങ്ങനെ? വലിയ കുടുംബാണ്. വലിയ കുടുംബം. നമ്മളാരെങ്കിലും നമ്മളും കൂടി നോക്കാനൊക്കെ അവർക്ക് ഒപ്പുണ്ടാകുമോ? ഉണ്ടാകും. അങ്ങനെയുള്ള പലതും മാത്രം നിങ്ങൾ ലാക്കാക്കിക്കൊണ്ട് വിവാഹം ചെയ്തു കൊടുത്താൽ തകും ഫിത്നതും ഫിൽ അർളി വഫസാദും കബീർ, ഭൂമിയിൽ വലിയ പരീക്ഷണം ഉണ്ടാകും, വലിയ കുഴപ്പമുണ്ടാകും. എന്താണ് ആ കുഴപ്പം? അതുമാത്രം ലാക്കാക്കുമ്പോൾ ഒരുപക്ഷേ കണ്ണിൽ കാണുന്നതൊക്കെ സന്തോഷമായി തോന്നിയിട്ട് ദീന് വരെ കൈയൊഴിച്ച് പലരും പോയ കഥയുണ്ടാകും. കാരണം ഇതിനേക്കാളും സൗകര്യം മറ്റൊരു ഭാഗത്ത് കണ്ടിട്ടുണ്ട്. ഇതിനേക്കാളും സൗന്ദര്യമുള്ള മറ്റൊരാള് വിളിക്കുന്നുണ്ട്, ഞാൻ എന്തിന് ഇയാളെ കൂടെ കഴിയണം? അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം ദീനിന്റെ കുറവാണ്. ഇവളെ എന്തിന് ഞാൻ ഇങ്ങനെ പൊറുപ്പിച്ചു നിൽക്കണം? ഇതിനേക്കാളും സൗകര്യമുള്ള എത്രയുണ്ട്. ഒന്ന് മറുകണ്ഠം ചാടട്ടെ എന്ന് ചിന്തിക്കുന്നത് ദീനില്ലാത്തത് കൊണ്ടാണ്. ദീനും ഖുലുഖും ഇല്ലെങ്കിൽ തകും ഫിത്നതും ഫിൽ അർളി വഫസാദും കബീർ. നല്ല ദീനുള്ള കുട്ടിയെ, പെൺകുട്ടി